ഇവിടെ നമ്മൾ ആലോചിക്കണം, വെറും 4 സെന്റ് പ്ലോട്ടിലാണ് 1940 സ്ക്വയർ ഫീറ്റ് വരുന്ന ഈ വീട് പ്ലാൻ ചെയ്തിരിക്കുന്നത്. അടിപൊളിയല്ലേ? ഹലോ ഫ്രണ്ട്സ്, ഞാൻ റമീസ് അലി. എല്ലാവർക്കും എൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എന്തൊക്കെ വിശേഷം? സുഖല്ലേ? 4 സെന്റ് പ്ലോട്ടിലേക്ക് ഞാൻ ഡിസൈൻ ചെയ്ത ഒരു പുതിയ 3 ബെഡ്റൂം വീട് നിങ്ങളെ പരിചയപ്പെടുത്താനാണ് ഈ വീഡിയോ ചെയ്യുന്നത്. ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്, വീടിൻ്റെ ചെലവ് ചുരുക്കാനായിട്ട്, അതായത് നിർമ്മാണ ചെലവ് ചുരുക്കാനായിട്ട് ഏറ്റവും നല്ല മാർഗം എന്ന് പറയുന്നത് വീടിൻ്റെ ഫ്ലോർ ഏരിയ കുറയ്ക്കുക എന്നുള്ളതാണ്. അതിനു വേണ്ടിയിട്ട് സ്പേസ് പ്ലാനിങ്ങിന് മാക്സിമം ഇമ്പോർട്ടൻസ് നൽകിയിട്ട് വേണം ഓരോ വീടും ഡിസൈൻ ചെയ്യാനായിട്ട്. അതേ പ്രിൻസിപ്പിൾ ഉപയോഗിച്ചിട്ടാണ് ഈ വീടും ഞാൻ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ആദ്യം തന്നെ നമുക്ക് വീടിൻ്റെ പ്രോജക്റ്റ് ഡീറ്റെയിൽസ് നോക്കാം. ഈ വീട് നിർമ്മിക്കാൻ പോകുന്നത് പോണ്ടിച്ചേരിയിലാണ്. ഈ വീട് നിർമ്മിക്കുന്നത് 4 സെന്റ് പ്ലോട്ടിലാണ്. ഇനി നമുക്ക് വീടിൻ്റെ ഫ്ലോർ പ്ലാൻ റിക്വയർമെന്റ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഗ്രൗണ്ട് ഫ്ലോറിൽ ക്ലയന്റ് പറഞ്ഞ ഫ്ലോർ പ്ലാനിൽ വരേണ്ട റിക്വയർമെന്റ്സ് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു സിറ്റ് ഔട്ട് വേണം, ഒരു ലിവിങ് ഏരിയ, ഒരു ഡൈനിങ് ഏരിയ, കിച്ചൺ, ഒരു വാഷ് ഏരിയ, ഒരു കോർട്ട്യാർഡ്, ഒരു പ്രെയർ ഏരിയ, ഒരു ബാത്ത് അറ്റാച്ച്ഡ് ബെഡ്റൂം. ഇത്രയും സൗകര്യങ്ങൾ ഗ്രൗണ്ട് ഫ്ലോറിൽ വരണമെന്നാണ് ക്ലയന്റ് പറഞ്ഞത്. ഫസ്റ്റ് ഫ്ലോറിൽ ഒരു അപ്പർ ലിവിംഗ് ഏരിയ, 2 ബാത്ത് അറ്റാച്ച്ഡ് ബെഡ്റൂംസും ഒരു ബാൽക്കണി, ഇത്രയും സൗകര്യങ്ങൾ ഉൾപ്പെടുത്തുക എന്നുള്ളതാണ് ക്ലയന്റ് പറഞ്ഞത്. ഇനി നമുക്ക് വീടിന്റെ ഫ്ലോർ പ്ലാൻസ് നോക്കാം. ഇപ്പം നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത് ഗ്രൗണ്ട് ഫ്ലോർ പ്ലാൻ ആണ്. ഗ്രൗണ്ട് ഫ്ലോറിൽ റൈറ്റ് സൈഡിലായിട്ട് ഒരു കാർ പോർച്ച് നൽകിയിട്ടുണ്ട്. ഈ കാർ പോർച്ച് സ്റ്റീൽ കാർ പോർച്ചാണ്. വീടിന്റെ പുറത്ത് ലെഫ്റ്റ് സൈഡിലായിട്ട് ഒരു സിറ്റ് ഔട്ട് നൽകിയിട്ടുണ്ട്. സിറ്റ് ഔട്ട് കടന്ന് നമ്മൾ വീടിനകത്ത് എത്തുക ഈ ഒരു ഫോയർ സ്പേസിലേക്കാണ്. ഫോയറിന്റെ ലെഫ്റ്റ് സൈഡിൽ ഒരു വിൻഡോ നൽകിയിട്ടുണ്ട്. ഇതുവഴി ഫോയറിലേക്ക് നല്ല വെളിച്ചം, കാറ്റുവെല്ലാം ലഭിക്കുന്നതാണ്. ഫോയറിന്റെ പുറകുവശത്തായിട്ട് ഒരു പ്രെയർ ഏരിയ ആണ്. ഈ പ്രെയർ ഏരിയയും ഈ ഫോയറും തമ്മിൽ പാർട്ടീഷൻ ചെയ്തിരിക്കുന്നത് ഒരു ജാളി വാൾ ഉപയോഗിച്ചിട്ടാണ്. ഫോയർ കടന്ന് നമ്മൾ വീടിനകത്ത് എത്തുക ഈ ഒരു ലിവിംഗ് ഏരിയയിലേക്കാണ്. ലിവിംഗ് ഏരിയ അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ലിവിംഗ് ഏരിയ ആണ്. ലിവിംഗ് ഏരിയയിലേക്ക് വെളിച്ചം കിട്ടാൻ ആവശ്യത്തിന് വിൻഡോസ് എല്ലാം നൽകിയിട്ടുണ്ട്. ലിവിംഗിന്റെ അടുത്തായിട്ട് തന്നെ വീടിന്റെ മുൻവശത്തായിട്ട് ഇവിടെ ഒരു സ്റ്റെയർ കേസ് ആണ്. സ്റ്റെയർ കേസിന്റെ താഴെ ഒരു സ്റ്റഡി ഏരിയ ആയിട്ട് ഉപയോഗപ്പെടുത്താനാണ് ഉദ്ദേശിക്കുന്നത്. ലിവിംഗ് കഴിഞ്ഞ് നമ്മൾ എത്തുക ഈ ഒരു ഡൈനിങ് ഏരിയയിലേക്കാണ്. ഡൈനിങ്ങിന്റെ അടുത്തായിട്ട് തന്നെ കിച്ചണും നൽകിയിട്ടുണ്ട്. ഡൈനിങ്ങിലേക്ക് നല്ല വെളിച്ചം ലഭിക്കാനായിട്ട് വിൻഡോ ലെഫ്റ്റ് സൈഡിലായിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. കിച്ചണിലേക്കും വെളിച്ചം കിട്ടാനായ ആവശ്യത്തിന് വിൻഡോസ് എല്ലാം പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഡൈനിങ്ങിന്റെ റൈറ്റ് സൈഡിലായിട്ടാണ് വാഷ് വരുന്നത്. വാഷിന്റെ അടുത്തായിട്ട് തന്നെ ഒരു കോർട്ട്യാർഡ് നൽകിയിരിക്കുന്നു. ഗ്രൗണ്ട് ഫ്ലോറിൽ ഒരു ബെഡ്റൂമാണ് നൽകിയിരിക്കുന്നത്. ഈ ബെഡ്റൂമോട് ചേർന്ന് തന്നെ ഒരു ഡ്രസ്സിംഗ് ഏരിയ, ടോയ്ലറ്റ് അറ്റാച്ച് ചെയ്തിരിക്കുന്നു. ബെഡ്റൂമിലേക്ക് നല്ല വെളിച്ചവും കാറ്റും ലഭിക്കാനായി ആവശ്യത്തിന് വിൻഡോസ് എല്ലാം നൽകിയിരിക്കുന്നു. ഗ്രൗണ്ട് ഫ്ലോറിൽ നിന്ന് സ്റ്റെയർ കയറി ഫസ്റ്റ് ഫ്ലോറിൽ എത്തിയാൽ നമ്മൾ എത്തുക ഈ ഒരു പാസേജ് ഏരിയയിലേക്കാണ്. പാസേജിന്റെ ലെഫ്റ്റ് സൈഡിലായിട്ട് ഒരു സീൻ ബിലോ, ഫോയർ ഏരിയയിലേക്കായിട്ടുള്ള ഒരു സീൻ ബിലോ നൽകിയിരിക്കുന്നു. ഇവിടെ സ്റ്റെയർ കേസിന്റെ മുകളിലായിട്ട് ഒരു ചെയറും ടേബിളും ഇടാനുള്ള സൗകര്യം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഫസ്റ്റ് ഫ്ലോറിൽ ഒരു അപ്പർ ലിവിംഗ് ഏരിയ ഇവിടെ നൽകിയിരിക്കുന്നു. അപ്പർ ലിവിംഗിലേക്ക് വെളിച്ചം കിട്ടാനായിട്ട് വിൻഡോസ് എല്ലാം നൽകിയിരിക്കുന്നു. ഫസ്റ്റ് ഫ്ലോറിൽ മൊത്തം 2 ബെഡ്റൂംസ് ആണ് നൽകിയിരിക്കുന്നത്. അതിൽ ഒന്നാമത്തെ ബെഡ്റൂം ഇതാണ്. ഈ ബെഡ്റൂം താഴത്തെ ബെഡ്റൂമിന്റെ അതേ വലുപ്പത്തിലുള്ള ബെഡ്റൂം തന്നെയാണ്. ഈ ബെഡ്റൂമിനോട് ചേർന്ന് അറ്റാച്ച്ഡ് ആയിട്ട് ഒരു ഡ്രസ്സിംഗ് ഏരിയ, ടോയ്ലറ്റ് നൽകിയിരിക്കുന്നു. ഈ ബെഡ്റൂമിലേക്കും വെളിച്ചം കിട്ടാനായി ആവശ്യത്തിന് വിൻഡോസ് എല്ലാം പ്രൊവൈഡ് ചെയ്തിരിക്കുന്നു. ഫസ്റ്റ് ഫ്ലോറിലെ രണ്ടാമത്തെ ബെഡ്റൂം ഇതാണ്. ഈ ബെഡ്റൂമിനോട് ചേർന്നും അറ്റാച്ച്ഡ് ആയിട്ട് ഒരു ടോയ്ലറ്റ് നൽകിയിരിക്കുന്നു. ഈ ബെഡ്റൂമിലേക്കും വെളിച്ചം കിട്ടാൻ ആവശ്യത്തിന് വിൻഡോസ് എല്ലാം പ്രൊവൈഡ് ചെയ്തിരിക്കുന്നു. ബെഡ്റൂമിന്റെ മുൻവശത്തായിട്ട് ഒരു ബാൽക്കണിയാണ് കൊടുത്തിരിക്കുന്നത്. വീടിന്റെ പുറകുവശത്ത് ഈ ഭാഗത്തായിട്ട് ഒരു ഓപ്പൺ ടെറസ് ഏരിയ നമുക്ക് ലഭിക്കുന്നുണ്ട്. ഇത്രയുമാണ് ഗ്രൗണ്ട് ഫ്ലോറിലും ഫസ്റ്റ് ഫ്ലോറിലും കൊടുത്തിരിക്കുന്ന സൗകര്യങ്ങൾ. ഇനി നമുക്ക് വീടിന്റെ എക്സ്റ്റീരിയർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഭാഗത്തായിട്ട് സ്റ്റെയർ കേസിന്റെ മുൻവശത്തായിട്ട് ഒരു ജാളി വാൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇത് തന്നെയാണ് ഈ വീടിന്റെ ഒരു മെയിൻ അട്രാക്ഷൻ എന്ന് നമുക്ക് പറയാവുന്നത്. ഇനി നമുക്ക് വീടിന്റെ കുറച്ച് 3D വ്യൂസ് കാണാം.
ഈ വീടിൻ്റെ ഗ്രൗണ്ട് ഫ്ലോർ ഏരിയ 962 സ്ക്വയർ ഫീറ്റ് ആണ്. ഫസ്റ്റ് ഫ്ലോർ ഏരിയ 825 സ്ക്വയർ ഫീറ്റും ടോട്ടൽ ഏരിയ 1787 സ്ക്വയർ ഫീറ്റ് ആണ്. കാർ പോർച്ച് ഏരിയ വരുന്നത് 152 സ്ക്വയർ ഫീറ്റ് ആണ്. ഈ വീട് നിർമ്മിക്കാനുള്ള ബഡ്ജറ്റ് കണക്കാക്കുന്നത് ഏകദേശം 35 ലക്ഷം രൂപയാണ്. പിന്നെ പൊതുവായിട്ടുള്ള ഒരു അറിയിപ്പുണ്ട്. സർവീസ് ആവശ്യങ്ങൾക്ക് വേണ്ടി നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പർ വഴി വാട്സപ്പോ കോളോ ചെയ്യാവുന്നതാണ്. കോൾ ചെയ്യുമ്പോൾ ഓഫീസ് അവേഴ്സിൽ, അതായത് തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 9 മുതൽ 5 വരെ ചെയ്യാൻ ശ്രമിക്കുക. വാട്സപ്പും നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും ചെയ്യാവുന്നതാണ്. എന്നാൽ ഓഫീസ് അവേഴ്സിൽ മാത്രമേ റിപ്ലൈ ലഭിക്കുകയുള്ളൂ. അപ്പോൾ ഈ വീടും പ്ലാനും എല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായി രേഖപ്പെടുത്തുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ദിസ് ഈസ് റമീസ് സൈനിങ് ഓഫ്.